റിൽവുഡ് റിസോർട്ടിന്റെ റൂം കാണാം നമുക്കിനി. ഓക്കെ, നമ്മൾ ഇത്രയും നേരം അതിനെ പറ്റി തന്നെ പറഞ്ഞോണ്ടിരുന്നത്. സോ നമുക്കിനി റൂം കാണാം. വെൽക്കം ടു അവർ റൂം. റൂം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് കേർട്ടൻ ഓപ്പൺ ചെയ്യാം. സോ യുൽ അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ സ്ട്രക്ചർ. അവിടെ നിന്ന് ഓപ്പൺ ആക്കി, ഇപ്പുറത്ത് നിന്ന് ഓപ്പൺ ആക്കി. ഇവിടെ എങ്ങനെ അങ്ങനെയാണ് ഓപ്പൺ ആക്കി? എടാ അങ്ങോട്ടേക്കടാ. ഓക്കെ, സോ നൗ ലുക്ക് അറ്റ് ദി വിത്ത്. എത്ര വലിയ ഒരു വിൻഡോ ആണെന്ന് കണ്ടില്ലേ നിങ്ങൾ? ഇത് ആക്ച്വലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഡോറാണ്. നേരെ പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. കമോൺ, കണ്ടില്ലേ? സോ ദിസ് ഇസ് ദി ബാൽക്കണി ഏരിയ. ഓക്കെ, സോ ഇതാണ് ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് വെറുതെ ഇരുന്ന് ചില്ല് ചെയ്യാനുള്ള എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. അതെ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു കംഫി ചെയർ ഉണ്ട്. ദേർസ് എ സ്റ്റാൻഡ്, വി ക്യാൻ ലൈക്ക് സിറ്റ് ഹിയർ, ഹാവ് സം ചായ്, ഡു സം ചിറ്റ് ചാറ്റിംഗ് അല്ലേ? ഓക്കെ, പിന്നെ നിങ്ങളൊക്കെ ചെക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ മാരീഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് സൊള്ളാം. യെസ്, ഓഫ് കോഴ്സ്. ഓക്കെ, സോ ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കര നല്ല വ്യൂ ആണ്. പുറത്തുനിന്ന് എങ്ങനെയാ പറയാ? When we are looking from here, when we look from here, it's very beautiful view, like a scenic view. It is a scenic view from here. അങ്ങനെ പറഞ്ഞാൽ scenic view from here. ഇവിടെ നല്ലൊരു സീനിക് വ്യൂ ആണെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട്. ബാൽക്കണിയിൽ ഇരിക്കാൻ കുറേ സ്ഥലമുണ്ട് എന്ന് എങ്ങനെയാ പറയാ? It is very spacious to sit here. അല്ലെങ്കിൽ ബാൽക്കണി ഈസ് വെരി സ്പേഷ്യസ് എന്നും പറഞ്ഞാൽ മതി. ആക്ച്വലി കുറേ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, സോ നമുക്കിനി ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. കമോൺ. ഇതാണ് അബ്ഷീന്റെ ഏരിയ. അബ്ഷി ഇവിടുത്തെ കാല് നിലത്ത് കുത്തിയില്ല. ഞാൻ വയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് ഫുൾ ടൈം ബെഡിൽ തന്നെയായിരുന്നു. അപ്പം ബെഡിൻ്റെ ഇപ്പുറത്ത് തന്നെ ഈ ബെഡ് സൈഡ് ടേബിളിൽ ഫോണും ഉണ്ട്. അപ്പം എന്താവശ്യത്തിന് ആ ഫോൺ വിളിക്കുക, അവർ സാധനം അപ്പം കൊണ്ടുതരും. അപ്പം നല്ല സർവീസ് ആയിരുന്നു. ഈ ലക്ഷറി ലൈഫ് അല്ല, വയ്യാത്ത ലൈഫായിരുന്നു, ബട്ട് ലക്ഷറി ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. ഓക്കെ, ഇനിയും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു സ്ഥലം കാണിച്ചു തരാം, അല്ല ഒരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞാൻ സത്യം പറഞ്ഞ ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു സാധനം, കെറ്റിൽ. ഞാൻ യൂസ് ചെയ്ത സാധനം പാൽപ്പൊടി. ഓക്കെ, സോ ഒബ്വിയസ്ലി കെറ്റിൽ അങ്ങനത്തെ എമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ദേ ഹാവ് ലൈക്ക് പ്രോപ്പർ വാട്ടർ ബോട്ടിൽസ്, glasses, coffee mugs and anything that's needed to make some chai and tea. പിന്നെ നമ്മളെ ഗേൾസിന് ഏറ്റവും കൂടുതൽ വേണ്ടായിരിക്കും നല്ല സ്റ്റോറേജ് ഏരിയ. എസ്പെഷ്യലി നമ്മൾ ഈ സൂട്ട് കേസ് ഒക്കെ ആയിട്ട് വരുമ്പം അത് ശരിക്കും ഓപ്പൺ ചെയ്ത് വെക്കാം, ഓപ്പൺ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റിയ കുറേ ഏരിയാസ് ഉണ്ട്. സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പം പൊതുവേ നമുക്ക് ഈ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കാനും വെക്കാനും ഒക്കെ കറക്റ്റായിട്ട് ഉള്ളൊരു ഏരിയയും അവർ കൊടുക്കും. വാരി വലിച്ചു ഇടാം. ആരി വലിച്ചിടുന്ന ടീംസാണ് ഇവര്. എനിക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഡ്രസ്സ് എടുത്താൽ അപ്പം തന്നെ മടക്കി എടുത്ത് വെക്കണം. ഇവര് രണ്ടുപേരും ലാസ്റ്റ് മിനിറ്റ് എടുത്ത് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് വെക്കുന്ന ഓരോ ഡ്രസ്സ് എടുത്ത് ഓരോ പ്രാവശ്യം മടക്കി വെക്കും. കാരണം അതിലെക്കാട്ടിലും പറ്റും, കാരണം സെയിം കോസ്റ്റ്യൂം നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും സോ ഇനിയും റൂമിന്റെ ബാക്കി പോർഷൻസ് കാണാനുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വൈഷ്ണവി ആയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷ് കഫേയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.